അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ സെയിൽ പോസ്റ്റ് വെച്ചാലേ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാറാണ്, വാട്സപ്പിൽ വീഡിയോ എടുത്തിട്ട് അയച്ചെന്ന് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറാണ്. പക്ഷെ ഇത് നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഏകദേശം മലപ്പുറം ജില്ലയിൽ വെളിയങ്കോടിനടുത്ത് പുതിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മളുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് കുറച്ച് കൂടുതൽ പറവുകൾ കൊടുക്കാണ്ട്, അപ്പൊ ഒന്ന് വീഡിയോ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ സത്യത്തിൽ നമ്മൾക്ക് തന്നെ ആകെ ഒരു അത്ഭുതം തോന്നി. കാരണം ഇത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളൊക്കെ അദ്ദേഹം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴേ, അപ്പൊ എന്താണ് ഇത്രയും നല്ല പ്രാവുകൾ കൊടുക്കണമെന്ന് വെച്ചപ്പോ അത്യാവശ്യം പ്രാവുകൾ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഇതിന്റെ ഒക്കെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പറക്കണമുണ്ട്. അപ്പോ ഇത്രയും കൂടുതൽ പ്രാവുകളുണ്ട്, കുറച്ച് പ്രാവുകളെ അന്ന് സെയിൽ ചെയ്യാന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും ഇത്രയും നല്ല പ്രാവുകളെ സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പ്രാവുകളാണ് ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മളുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്താൽ ഇത്രയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രാവുകളെ നമ്മൾ ഇതുവരെ സെയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്ക് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളാണ്. ഒരു 10-20 വർഷത്തിന്റെ മുകളിൽ പ്രാവിനെ പറപ്പിച്ചിട്ട് പരിചയമുള്ള ഒരു സുഹൃത്തും കൂടിയിട്ടാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് പുതിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഈ കാണുന്നത് എല്ലാതും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ്. ഇതാ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫീമെയിലുകളാണ് ഇത് മൊത്തം ഇപ്പൊ കാണുന്നത് ഫുള്ള് ഫീമെയിലുകളാട്ടാ. ഒരു രക്ഷയില്ലാത്ത പ്രാവുകളാണ്. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ള ആളുകൾ അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പെറ്റ്സിൻ്റെത് നമ്മളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കൂട്ടുകാരെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് നിങ്ങളുടെ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് നമ്മളുടെ വീഡിയോനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, നല്ല അത്യാവശ്യം നല്ല നല്ല പ്രാവുകളാണ് കൊടുക്കുക കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെയിൽ പോസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ പ്രാവിനെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ വീഡിയോയിലുള്ള നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ നല്ല നല്ല ഫീമെയിലുകൾ ഉണ്ട്. ആ നല്ല ഉരത്തുള്ള ഫീമെയിലാണ്. അത് സെറ്റ് അല്ല, പക്ഷെ അതിന്റെ ആക്റ്റീവും കാര്യങ്ങളൊക്കെ മെയിലിന്റെ ആക്റ്റീവ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താണ് അതിന്റെ കൂട്ടിൽ കിട്ടതാണ്. അത് സെറ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് അത് സെറ്റായിട്ട് എടുക്കേണ്ട ആളുകൾക്ക് എടുക്കുക. അതല്ല സിംഗിൾ ആയിട്ടോ ഏത് രീതിയിലുള്ള പ്രാവുകളും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. നല്ല നല്ല കുഞ്ഞന്മാർ കൊടുക്കാനുണ്ട്. 0 കല്ല് മുതൽ ഒരു 6-ാം കല്ല് വരെ 7-ാം കല്ലൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ കൊണ്ടുപോയി പറപ്പിക്കാനൊക്കെ പറ്റിയ നല്ല നല്ല കുഞ്ഞന്മാരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് പുതിരുത്തിയിലാണ് പ്രാവുകൾ ഉള്ളത്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഇഷ്ടമുള്ളതിനെ നോക്കി ഡയറക്റ്റ് എടുക്കുക. ഇനി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ചും കൂടി പ്രാവുകൾ അവരെ കയ്യിൽ കിടക്കുന്നുണ്ട്. കാരണം എല്ലാതും കൂടി എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് പ്രാവിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അവരുമായിട്ട് വിളിച്ച് പോയിട്ട് കാണേണ്ട ആളുകൾക്ക് കണ്ടെടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ട പ്രാവുകളെ സ്ക്രീൻഷോട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുക്കേണ്ട ആളുകൾക്ക് അങ്ങനെ എടുക്കുക. അപ്പോൾ കൂട്ടുകാർ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.